ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇത് രാവിലെ ഒരു 5:35-45 ആ ടൈമിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അതാണ് കുറച്ച് ഇരുണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്നൊരു യാത്ര പോവേണ്ടി വന്നു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പോകേണ്ടി വന്നത്. ഒരു രാത്രി, അതായത് തലേന്ന് രാത്രി എടുത്ത ഒരു 10 ഞങ്ങൾ തലേന്ന് രാത്രി ഒരു 10 മണിയാകുമ്പോൾ എടുത്തൊരു ഡിസിഷനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് റിസർവ് എടുക്കാനോ ഒന്നും പറ്റിയില്ല. സോ ഞങ്ങൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ചേച്ചിയുടെ വീട്ടിലേക്കാണ്, കോട്ടയത്ത്. അപ്പോൾ ഞങ്ങൾക്ക് പോവേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ട് ഞങ്ങൾ പോയി. അപ്പം ഞാനും അമ്മയും ചേച്ചിയും ആണ് പോണത്. സോ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി സീറ്റൊക്കെ കിട്ടി. കാരണം മാംഗ്ലൂരിൽ നിന്നാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഇരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ ആയതുകൊണ്ടൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഈ രാവിലെ ഈ വട ഒന്നും വരുന്നില്ല സത്യം പറഞ്ഞാൽ. എന്നിട്ട് ലാസ്റ്റ് കാത്തിരുന്ന് ഈ സാധനം മാത്രമേ വന്നിട്ടുള്ളൂ, ഈ ബ്രെഡും ഓംലെറ്റ്. സത്യം പറഞ്ഞാൽ വീട്ടിൽ പോലും ഈ ബ്രെഡ് ഓംലെറ്റ് ഞാൻ കഴിക്കാറില്ല. അതുകൊണ്ട് വിശന്ന കൊണ്ട് മാത്രമാണ് ഈ സാധനം ഞാൻ വാങ്ങിച്ചത്. ആ ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. ആർക്കും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷേ വാങ്ങിച്ചതല്ലേ എന്ന് പറഞ്ഞു കഴിച്ചു. പിന്നെ ഇതേ അമ്മ ചായക്ക് വേണ്ടി കുറേ സമയം കാത്തിരുന്നു. ഒരു ചായ വന്നു. ഞങ്ങൾ കോഫിയാണ് വാങ്ങിച്ചത്. ഞങ്ങൾ 3 പേരും കോഫിയൊക്കെ വാങ്ങിച്ച് അങ്ങനെ കോഫിയൊക്കെ കുടിച്ചു. പക്ഷേ കോഫിയൊന്നും വലിയ ടേസ്റ്റൊന്നുമില്ല. പിന്നെ അമ്മ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്മ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ ഡിപ്പ് ചെയ്ത് അങ്ങനെ കോഫി കുടിച്ചു. ഞാൻ കോഫി ആക്ച്വലി കുടിച്ചില്ല. ഞാൻ അമ്മയ്ക്ക് തന്നെ കൊടുത്തു. കാരണം കോഫി എനിക്കൊരു ഇഷ്ടപ്പെട്ടില്ല. ഒരു വെള്ളത്തിൻ്റെ പ്രശ്നമാണെന്ന് തോന്നി. എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിയില്ല. ഇച്ചിരി സമയം കിടന്ന് ഉറങ്ങി. രാവിലെ എണീച്ചതിൻ്റെ ക്ഷീണമൊക്കെ കാണുമല്ലോ. അങ്ങനെ ഇച്ചിരി സമയമൊക്കെ കിടന്ന് ഞങ്ങൾ ഉറങ്ങി. പിന്നെയും എണീറ്റു. അങ്ങനെ പിന്നെ ഞങ്ങളിത് ഒരു ബിങ്കോ വാങ്ങിച്ചു. ലേസാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ലേസ് അല്ലായിരുന്നു, അത് ബിങ്കോ ആയിരുന്നു. ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെ ഒരു സമൂസ കഴിച്ചു. ചേച്ചിക്ക് സമൂസ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു സമൂസ വാങ്ങിച്ചു. അതും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളൊരു കാഷ്യൂനട്ട്, ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു കാഷ്യൂനട്ട് വാങ്ങിച്ചു. പിന്നെ അത് കഴിച്ചു. പിന്നെ ഒരു പഴംപൊരി. ഞങ്ങൾ ഷൊർണൂറൊക്കെ എത്തിയപ്പം, കാരണം ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല ഈ ബിരിയാണി ഫുഡ്, അതായത് ചോറ് ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ കുഞ്ഞു ഐറ്റംസ് കഴിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഇപ്പം എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും ട്രെയിനിലൊക്കെ മെയിൻ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ട്രെയിനിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ മുടി കെട്ടി വെച്ചാലും കണക്കാണ്, മുടി അഴിച്ചിട്ടാലും കണക്കാണ്. മുടി ഇങ്ങനെ മെയിനായിട്ട് വിൻഡോൻ്റെ അടുത്തായിരിക്കുന്നത്. സോ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പറന്ന് ലാസ്റ്റ് ഞങ്ങൾ മടുത്ത് ഞങ്ങളിതാ കോട്ടയത്ത് ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം അച്ചാച്ചൻ, അതായത് ചേച്ചിയുടെ പപ്പ കാറും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്തു. അവിടെയും മടുത്തു. ഞങ്ങൾ അറ്റ് ലാസ്റ്റ് അങ്കിൾ വന്നു, അച്ചാച്ചൻ വന്ന് ഞങ്ങൾ അതിനകത്ത് കാറിലോട്ടൊക്കെ കയറി. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഇവിടുന്ന് കുറച്ച് ലോങ് ഉണ്ട് പോകാനായിട്ട്. അങ്ങനെ വഴിയിൽ വെച്ച് ഞങ്ങൾ പിന്നെയും ഒരു പരിപ്പ് വടയും ചായയും അതുപോലെ വടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങളുടെ വീടെത്തി. കുറച്ച് ആശ്വാസമായി. വീടെത്തിയപ്പോൾ ആശ്വാസമായി. ഇനിയിപ്പോൾ കുളിച്ച് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ.